Welcome to Serene Vibes. എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഐറിൻ. ഞാനൊരു 5 വർഷം മുമ്പാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പക്ഷേ ഞങ്ങളങ്ങനെ ആക്റ്റീവ് ഒന്നും അല്ലായിരുന്നു. ഈ 5 വർഷത്തിൽ കുറേ സംഭവങ്ങൾ സംഭവിച്ചു. ഞാനൊന്ന് കെട്ടി, ഞാൻ നാട്ടിൽ നിന്ന് കാനഡയിലെത്തി, അങ്ങനെ ഇവിടെ കുറച്ച് നാൾ പഠിച്ചു, ഇതൊക്കെ കഴിഞ്ഞു. ഇതാരാന്നറിയാത്തവർക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? പേര് പറയോ? പറ. എലീജ ഗ്ലോസൻ സാംകുര്യനോ? സാംകുര്യൻ എൻ്റെ ഹസ്ബൻഡ്. എടാ നിന്റെ ഫുൾ നെയിം പറയടാ. എലീജ ഗ്ലോസിൻ, പറടാ പേര്. എലീജ ഗ്ലോസിൻ വർഗീസ് എന്നാണ് പേര്. അവൻ സാംകുര്യൻ ഇപ്പൊ എൻ്റെ ഹസ്ബൻഡിന്റെ പേര്, അതായത് അവന്റെ അമ്മാച്ചനാണ് സാംകുര്യൻ, പക്ഷെ സ്നേഹം കൊണ്ട് പറയുന്നതാ. ഓക്കെ, അപ്പം എവിടെ സാംകുര്യൻ ഇപ്പൊ എവിടെയാ? നൂനുന്റെ വീട് എന്ത് ചെയ്യേ? ഹായ്, അപ്പുറത്തോടെ സായിപ്പ് പോന്നു. ഹായ് പറഞ്ഞേക്ക്. ഹായ്. എലേജി ഇപ്പൊ എന്ത് ചെയ്യുന്നു കാനഡയില്? വെള്ളം ഉണ്ടാക്കി കുടിക്കുവോ? ഇങ്ങനെ ഞങ്ങളെല്ലാവരും ഇവിടെ കാനഡയിൽ ഇപ്പോൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. എല്ലാവരും പറയും കാനഡ നല്ല സുഖമാണെന്ന്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ വേറൊരു വ്ളോഗിൽ പിന്നീട് എനിക്ക് പറഞ്ഞു തരാം. അപ്പം ഞങ്ങളെല്ലാവരും ഇപ്പം സ്യൂസൻ മെരി എന്ന് പറയുന്ന സ്ഥലത്താണ് കാനഡയിൽ, അല്ലേ? കാനഡയിലെ ഓൺടാരിയോയിലെ ഒരു കുഞ്ഞു ഗ്രാമമാണ് സ്യൂസൻ മെരി. ഞങ്ങളെല്ലാവരും ഇപ്പം താമസിക്കുന്നത് സ്യൂസൻ മെരിയിലാണ്. ഞങ്ങൾ എന്തുകൊണ്ടാണ് പുറത്തിങ്ങനെ നിന്ന് വ്ളോഗ് എടുക്കുന്നത് എന്ന് വെച്ചാൽ, ഇവന് ഒരു അനിയനുണ്ട്. അവനകത്ത് കിടന്ന് ഉറങ്ങുകയാണ്. അവനെ ഉണർത്തി കഴിഞ്ഞാൽ ഇവൻ്റെ അമ്മ ഞങ്ങളെ ചവിട്ടി പുറത്താക്കുമെന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കും ഞങ്ങൾ ഇവിടെ നിന്ന് വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ സിസ്റ്റർ ഇൻ ലോയുടെ വീടാണ്. ഇവിടെ സിസ്റ്റർ ഇൻ ലോൻ്റെ ഹസ്ബൻഡ്, പിന്നെ ഇവരുടെ 2 മക്കൾ, പിന്നെ എൻ്റെ ഫാദർ ഇൻ ലോ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് പോയി. ഇപ്പോൾ എൻ്റെ മദർ ഇൻ ലോ ഉണ്ട്. ഞാനിങ്ങനെ ഇടയ്ക്ക് ഇവിടെ വന്നും പോയൊക്കെ ഇങ്ങനെ നിൽക്കും. ഞാൻ താമസിക്കുന്നത് ഒരു കുറച്ച് ദൂരം, ഇച്ചിരി അപ്പുറത്താണ്. ഒരു 10 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ. അവിടെയാണ് താമസിക്കുന്നത്. ഇപ്പം എൻ്റെ കോഴ്സ് കഴിഞ്ഞു. ഞാനിവിടെ ജെറോണ്ടോളജി എന്ന് പറഞ്ഞ കോഴ്സായിരുന്നു സൂ കോളേജിലെടുത്തത്. അത് കഴിഞ്ഞു. ഇപ്പം ഞാനൊരു ബ്രേക്ക് എടുത്ത് വെക്കുവാണ്. ജോലിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ബാംഗ്ലൂരിലാണ്, അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെന്താ, എൻ്റെ പേരൻസൊക്കെ നാട്ടിൽ തന്നെ ഉണ്ട്. എൻ്റെ ബ്രദർ നാട്ടിൽ തന്നെയാണ്. എല്ലാവരും അങ്ങനെ ഓരോരുത്തടുത്തൊക്കെ ആയിട്ട് ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നു. പിന്നെ കാനഡ ലൈഫ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ ഇന്ത്യ മിസ് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ വളരെയധികം. ഇന്ന് ഞാൻ ഓർത്തു കാനഡയിലത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാമെന്ന്. പ്രത്യേകിച്ച് അങ്ങനെ കാണാൻ മാത്രം സ്യൂസൻ മേരിയിലൊന്നും ഇല്ല. എന്നാലും ഇവിടെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാം എന്ന് വിചാരിച്ചു. ഇന്ന് ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളായിട്ട് ഞാൻ ഉടനെ നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ റെഡിയായിട്ട് ഇപ്പോൾ പുറത്തേക്ക് പോകാനായിട്ട് വന്നിരിക്കുകയാണ്. എൻ്റെ കൂടെ ഇവിടെ എലൈജി ഉണ്ട്. നമ്മളെവിടെ പോണേ? കറങ്ങാൻ പോവാണ്. എവിടോട്ടാ കറങ്ങാൻ പോകുന്നേ? ആദ്യം എങ്ങോട്ടാ പോകുന്നേ? ജയന്റ് ടൈഗറിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. റെഡിയാണോ? പോവാം. ഓക്കെ, എന്നാ ഓക്കെ പറ. ഓക്കെ പറ. എങ്ങനെയാണോ പറയുന്നേ? ഓക്കെ പറ. ക്യാമറ നോക്കി പറ. ഓക്കെ ബൈ. അങ്ങനെ ഞങ്ങളിപ്പോ ജയന്റ് ടൈഗറിലേക്ക് പോകുകയാണ്. ഞങ്ങളുടെ വണ്ടിയിൽ ഇപ്പൊ എല്ലാവരും ഉണ്ട്. ഇത് ആണ് മമ്മി. മമ്മി ഹായ് പറ. മമ്മിയുടെ പേര് മോൾസി. അതുകൊണ്ട് പിന്നെ ഞങ്ങളുടെ എലൈജ കാർ സീറ്റ് ഇരിപ്പുണ്ട്. ഹായ് പറ എലൈജ. പിന്നെ കുഞ്ഞാപ്പു ഉണ്ട്. കുഞ്ഞാപ്പുവിനെ അവിടെ കാർ സീറ്റ് കവർ ചെയ്ത് വെച്ചേക്കുവാണ്. ഇപ്പൊ കാണിക്കാൻ പറ്റത്തില്ല, കുറച്ച് കഴിയുമ്പോൾ കാണിക്കാം. പിന്നെ ഇത് ഞങ്ങൾ വണ്ടി ഓടിക്കുന്നതാണ് ഷാരൻ ചേച്ചി. ഷാരൻ ചേച്ചി ഞങ്ങൾ സ്നേഹത്തോടെ സ്നേഹ ചേച്ചി എന്ന് വിളിക്കും. ചേച്ചി ഹായ് പറ. ഹായ്. ഇപ്പൊ ഞാൻ കുഴപ്പമില്ല, നോക്കണ്ട, നമ്മുടെ സേഫ്റ്റി ഫസ്റ്റ്. പിന്നെ ഞങ്ങൾക്ക് ഒരു അച്ചാച്ചനുണ്ട്, ഗ്ലോസൻ അച്ചാച്ചൻ. ഒരു പരിചയപ്പെടേണ്ട പുള്ളി തന്നെയാണ്. പെരിയ ഞങ്ങൾ വ്ളോഗ്സിൽ കാണിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ബാക്കി ജയന്റ് ടൈഗറിൽ ചെന്നിട്ട് എടുക്കുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ ജയന്റ് ടൈഗറിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ ജയന്റ് ടൈഗർ കാണിച്ചു തരാം. ഇതാണ് ജയന്റ് ടൈഗർ. ഇവിടെയാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്.
അങ്ങനെ ഞങ്ങൾ ജയന്റ് ടൈഗറിന്റെ അകത്തെത്തിയിരിക്കുകയാണ്. ഇതാണ് ജയന്റ് ടൈഗർ. ചേച്ചിയും മമ്മിയൊക്കെ മുന്നിൽ പോയി എവിടെയാണോ എന്തോ അതുകൊണ്ട് നിൽക്കുന്നു. പോയി തപ്പാം കുറച്ച് നേരം. ഇവിടെ എല്ലാ സാധനങ്ങൾക്കും അത്യാവശ്യം വില കുറവാണ്. കണ്ടോ, എല്ലാം ലോ പ്രൈസിലിട്ടേക്കുകയാണ്. വിചാരിക്കും നമ്മൾ $10 എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ 600 രൂപ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നും മേടിക്കാൻ പറ്റത്തില്ല. നമ്മൾ വിചാരിക്കും 3 സോക്സിന് 600 രൂപയെന്ന്. പക്ഷേ ഇവിടെ അത് ലാഭമാണ്. അതുകൊണ്ട് അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് മേടിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സാധനം നമുക്ക് മേടിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇതെല്ലാമാണ് ഇവിടുത്തെ സെയിൽ എന്ന് പറയുന്നത്. ഞാൻ കുറേ നേരമായിട്ട് ഇവിടെ ഒരു ടോപ്പ് എടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ എക്സ്ട്രാ സ്മോൾ കിട്ടുകയെന്ന് വെച്ചാൽ വളരെ പാടുള്ള കാര്യമാണ്. ഇവിടെ XXL XXL ഒക്കെ ഈസി ആയിട്ട് കിട്ടും. പക്ഷേ എക്സ്ട്രാ സ്മോൾ കിട്ടാൻ ഭയങ്കര പാടാണ്. എന്തുകൊണ്ടെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ കാനഡയിലത്തെ മനുഷ്യരെല്ലാവരും വലിയ മനുഷ്യരായതുകൊണ്ടായിരിക്കും എൻ്റെ സൈസിലുള്ളതൊന്നും എനിക്കിവിടെ കിട്ടത്തില്ല. അങ്ങനെ കറങ്ങി ലാസ്റ്റ് ഞാനിപ്പോൾ കിഡ്സ് സെക്ഷനിൽ വന്ന് നിൽക്കുകയാണ്. കിഡ്സ് സെക്ഷനിലത്തെ ഏറ്റവും വലുതെങ്കിലും എനിക്ക് ചേരും എന്ന് ഞാൻ വിചാരിക്കുന്നു. അറിയത്തില്ലത്ത് നോക്കാം. നിന്നെ നോക്കും. ഇപ്പോൾ കിഡ്സ് സെക്ഷനിലത്തെ ഏറ്റവും വലുതാണ് ഇതൊക്കെ. ഇതൊക്കെ ശരിക്കും എൻ്റെ സൈസാണ് അല്ലേ? ഉടുപ്പ് പോലെയൊക്കെ ഉണ്ട്. ഇവിടുത്തെ പിള്ളേർക്ക് ഇത്രയും വലുതായിരുന്നോ? എന്തായാലും ഇങ്ങനത്തെ വല്ലതും നോക്കാം. ഇവിടെ ഒരു കളനെ തൂക്കി ഗൈസ്. ഒരുത്തൻ ഇവിടെ നിന്ന് ഇവിടെയുള്ള സ്പ്രേ എല്ലാം ഓസിനടിക്കുകയാണ്. തൂക്കിയല്ലോ നാദാ. കൊച്ചിലെ ഇതൊക്കെ എത്ര പേര് ചെയ്തിട്ടുണ്ടല്ലേ? ഞാനും ചെയ്തിട്ടുണ്ട്. ആകാശം പോലെ ഇരിക്കുന്നോണ്ട് നീ എടുത്ത് അടിക്കൂ. കൊള്ളാം. പക്ഷെ നല്ല സ്പ്രേ ആണ് ഗൈസ്. $5 ഉള്ളൂ. 2 hours later. അങ്ങനെ ഞങ്ങൾ ജയന്റ് ടൈഗറിലെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു ഇറങ്ങി. ഞങ്ങൾ വെറും 2-3 ബെഡ്ഷീറ്റ് മേടിക്കാൻ വന്നതാണ്. പക്ഷെ ഇപ്പോൾ ഒരു കാർട്ട് ഫുള്ള് സാധനങ്ങളുമായിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത്. ഇത്രയേ ഉള്ളൂ. ഇത്രയും സാധനങ്ങൾ മാത്രമേ മേടിച്ചുള്ളൂ. എന്താണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. കുറേ ഉണ്ട്. പക്ഷേ കുറച്ച് ബെഡ്ഷീറ്റുകൾ, വളരെ കുറച്ച് ബെഡ്ഷീറ്റുകൾ ഓഫറിനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് വന്നതാണ് നോക്കാനായിട്ട്. ഇത്രയും മേടിച്ചുള്ളൂ. അപ്പോൾ എന്തായാലും ഇനി ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാം. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ബൈ.